ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 24ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് 2 ആപ്പുകൾ വഴി നേരത്തെ കാണാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടാങ്സാനും ബൂവും ലോങ്ഷിങ് സിറ്റിയിലെ കാഴ്ചകൾ കാണുന്നതാണ്. ഈ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ബൂവിന് വേണ്ടി ടാങ്സാൻ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതാണ്. അതെല്ലാം തന്നെ അവൻ കുറിച്ചുമിടുന്നു. വൂ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതെല്ലാം തന്നെ ടാങ്സാന് ഒരുപാട് ഇഷ്ടമാകുന്നു. വൂവിനും ഒരുപാട് ഇഷ്ടമാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാഹോങ്ജുണും മറ്റുള്ളവരും അങ്ങോട്ട് വരുന്നു. ടാങ്സാൻ അവരെയും കഴിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്ട്രീറ്റിൽ ഒരുപാട് ബഹളം കേൾക്കുന്നത്. ഉടനെ തന്നെ അവർ അങ്ങോട്ട് പോകുന്നു. അവിടെ എലിഫന്റ് ആർമഡ് ട്രൈബിലെ ആളുകൾ മറ്റൊരു വിഭാഗത്തിലെ ആളുകളെ മർദ്ദിക്കുകയായിരുന്നു. ആ വിഭാഗത്തിലുള്ളവരുടെ ചീഫിനെ കാണാനില്ല. അതിനെപ്പറ്റി എലിഫന്റ് ആർമഡ് ട്രൈബിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചാലും ജീവനോടെ ഇരുന്നാലും അത് ഞങ്ങളുടെ ബിസിനസ് അല്ല എന്ന് പറഞ്ഞാണ് അവരെ മർദ്ദിക്കുന്നത്. ടാങ്സാനും മറ്റുള്ളവരും അവിടെ എത്തിയപ്പോഴേക്കും എലിഫന്റ് ആർമഡ് ട്രൈബിലുള്ളവർ മർദ്ദിച്ചുകൊണ്ട് അവിടുന്ന് പോയിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അവരും എലിഫന്റ് ആർമഡ് ട്രൈബിലുള്ളവരുടെ പുറകെ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല. അറ്റാക്ക് ചെയ്യപ്പെട്ടവരോട് ടാങ്സാൻ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഈ സിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് എലിഫന്റ് ആർമഡ് ട്രൈബാണ്, ദുഷ്ടന്മാരാണ്. നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഇവിടെ അധികം നിൽക്കണ്ട, തിരികെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെല്ലാം കേട്ട് അവരുടെ ദുഷ്ടതകളെ പറ്റിയൊക്കെ കേട്ട് കഴിയുമ്പോൾ ടാങ്സാന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അതിനുശേഷം അവർ ട്രൈബ് ഓഫ് ഡിഫൻസിൽ എത്തുന്നതായിട്ട് കാണിക്കുന്നു. ടൈറ്റൻ ഇതേ സമയം പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ട്രൈബ് ഓഫ് ഡിഫൻസ് ഈ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രൈബ് ഓഫ് സ്ട്രെങ്ത്തിന്റെ നേതാവായിട്ടുള്ള നിയോഗാവോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അയാൾക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവിടെ ഗാർഡ്സ് ഒന്നും കാണാതിരിക്കുമ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ ടൈറ്റൻ പറയുകയാണ്, ഇത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൊട്ടാരത്തിന് ഗാർഡ്സിന്റെ ഒന്നും ആവശ്യമില്ല. വെറുതെയാണോ ഇവരെ ട്രൈബ് ഓഫ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത്? അതിനുശേഷം വലിയ കാര്യത്തിൽ തുറക്കുമെന്നൊക്കെ വിചാരിച്ച് ടൈറ്റൻ കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് വാതിൽ മുട്ടി അത് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം പെട്ടെന്ന് അതിന്റെ വാതിൽ തുറന്നില്ല. അത് കണ്ട് അയാൾ നാണം കെട്ടു എന്നാണ് കരുതിയത്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറന്നിരുന്നു. അതിനുശേഷം അവരെല്ലാവരും അകത്ത് കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൂരെ നിന്ന് ബൂലിയും കൂട്ടരും അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവർക്ക് ട്രൈബ് ഓഫ് സ്ട്രെങ്തുമായിട്ട് എന്തോ വലിയ ഇടപാടുണ്ട്. അപ്പോ ട്രൈബ് ഓഫ് ഡിഫൻസിന് ഹോത്തിയൻ സെക്റ്റുമായിട്ട് ഇപ്പോഴും എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? അതും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അവർ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അവർ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നിയോഗാവോ തന്നെ അങ്ങോട്ട് വരുന്നു. എന്നാൽ ടാങ്സാനെയും മറ്റുള്ളവരെയും കണ്ട മൈൻഡ് പോലും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ അയാൾ കെട്ടിപ്പിടിച്ച് സംസാരിച്ചത് ടൈറ്റനോട് മാത്രമായിരുന്നു. ടൈറ്റനോട് അയാൾ പറയുകയാണ്, നിന്റെ ശക്തിയൊക്കെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്, നിനക്കിപ്പോൾ നിഷ്പ്രയാസം എന്റെ എല്ലുകൾ നുറുക്കാനാകും. ടൈറ്റൻ അപ്പോൾ പറയുകയാണ്, അതിനും മാത്രം ഞങ്ങൾ വളർന്നിട്ടില്ല, കട്ടിയുള്ള തൊലിയാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ അവർ പരസ്പരം പുകഴ്ത്തി ചിരിച്ചൊക്കെ സംസാരിക്കുന്നു. ടൈറ്റന്റെ മകനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് വളർന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും മെലിഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. മാഹോങ്ജുൺ അത് കേട്ട് പറയുകയാണ്, അവൻ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ എന്തായിരിക്കും പറയുക? നിയോഗാവോ അതിനുശേഷം പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, വൈനും റെഡിയാക്കിയിട്ടുണ്ട്. ശേഷം ടൈറ്റനുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. ടാങ്സാനും മറ്റുള്ളവരും അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത്രയും ആളുകൾ ഇവിടെ നിന്നിട്ട് നമ്മളെ കണ്ട മൈൻഡ് പോലും അയാൾ കാണിച്ചില്ലല്ലോ. എന്നാൽ അതിനുശേഷം അകത്ത് കയറി കഴിയുമ്പോൾ ടൈറ്റനോട് ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ ആരാണെന്ന്. കണ്ടിട്ട് ട്രൈബ് ഓഫ് സ്ട്രെങ്ത് എന്നുള്ളവരല്ലോ, നിന്റെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരാരാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ടൈറ്റൻ പറഞ്ഞു കൊടുക്കുന്നു. ഷ്രെക്ക് അക്കാദമി 7 ഡെവിൾസ് ആണ് അവർ. മാർഷൽ സോൾ ഹാളിന്റെ കോമ്പറ്റീഷനിൽ പവർഫുൾ ആയിട്ടുള്ള മാർഷൽ സോൾ ഹാളിലുള്ളവരെ പരാജയപ്പെടുത്തിയവർ. അത് കേട്ട് നിയോഗാവോ അവരെ അഭിനന്ദിക്കുന്നുണ്ട്. അവരോടും അതിൽ പങ്കുചേരാനും പറയുന്നു. അതിനുശേഷം ടൈറ്റനോട് ചോദിക്കുകയാണ്, ഇവരുടെ വന്നതിന് വേറെ വല്ല ഉദ്ദേശവും ഉണ്ടോ? അത് കേട്ട് ടാങ്സാൻ പറയുകയാണ്, ഞാൻ താങ്ഹോയുടെ മകനാണ്. അത് കേട്ട് കഴിയുമ്പോൾ നിയോഗാവോ ദേഷ്യത്തോടെ ടാങ്സാന്റെ അടുത്തേക്ക് വന്നിട്ട് പുറത്തു കടക്കാൻ പറയുന്നു. ഹോത്തിയാൻ സെക്റ്റിലുള്ളവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറയുന്നു. ടൈറ്റൻ അപ്പോൾ മുന്നോട്ട് വന്ന് നിയോഗാവോയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിയോഗാവോ പറയുന്നത് ഇങ്ങനെയാണ്, ഇവന്റെ ഫാദർ കാരണമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത്. അതിന് അയാളോട് നന്ദി പറയുകയാണോ വേണ്ടത്? അതുമൂലം മാർഷൽ സോൾ ഹാൾ നമ്മളെ എത്രമാത്രമാണോ ഉപദ്രവിച്ചത്? ടൈറ്റൻ അപ്പോൾ പറയുകയാണ്, ഇതിനെല്ലാം കാരണം ഹോത്തിയാൻ സെക്റ്റ് ആണ്. അവരാണ് നമ്മളെ ഉപേക്ഷിച്ച് ഏകാന്തതയിലേക്ക് പോയത്. ഇവന്റെ ഫാദർ ആയിട്ടുള്ള താങ്ഹോ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ എന്നിട്ടും നിയോഗാവോയുടെ മനസ്സ് മാറുന്നില്ല എന്ന് കാണുമ്പോൾ ടൈറ്റൻ പറയുകയാണ്, ഇവരെ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളും ഇവിടെ നിൽക്കുന്നില്ല. നിയോഗാവോ അത് കേട്ട് പറയുകയാണ്, ഞങ്ങളുമായിട്ടുള്ള നിന്റെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ഉള്ളുവെങ്കിൽ നിനക്കും ഇവിടുന്ന് പോകാം. ഇനി ട്രൈബ് ഓഫ് സ്ട്രെങ്ത്തിനും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹോത്തിയൻ സെക്റ്റുമായിട്ട് ബന്ധമുള്ള ആർക്കും ഇവിടെ പ്രവേശനമില്ല. ടൈറ്റൻ ഉടനെ തന്നെ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ടൈറ്റനെ തടഞ്ഞുകൊണ്ട് ടാങ്സാൻ നിയോഗാവോയോട് പറയുകയാണ്, ഹോത്തിയാൻ സെക്റ്റും എന്റെ ഫാദറും ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു
അർത്ഥവുമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ആ തെറ്റ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഹാര മാർഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിയോഗാവോ അപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട. നിനക്ക് അത്രമാത്രം ശക്തിയുണ്ടോ? അത്രയ്ക്ക് ശക്തിയൊന്നുമില്ലാത്ത നിന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട. എനിക്കിപ്പോൾ എല്ലാത്തിലും വലുത് എന്റെ ട്രൈബാണ്. ട്രൈബിനെ എന്ത് വില കൊടുത്തും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ടാങ്സാൻ പറയുകയാണ്, അങ്ങയുടെ ആകുലത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങൾക്കും കാരണം മാർഷൽ സോൾഹാൾ മാത്രമാണ്. മാർഷൽ സോൾഹാളിനെ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ കൈകോർത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് സാധ്യമാകും. അത് കേട്ട് ന്യൂഗാവോ പറയുകയാണ്, നിനക്ക് എന്നെ പോലും തോൽപ്പിക്കാനാകില്ല, പിന്നെയല്ലേ മാർഷൽ സോൾഹാളിനെ. ടാങ്സാൻ അപ്പോൾ പറയുകയാണ്, എനിക്ക് ഒരു അവസരം തന്നു നോക്കൂ. എന്ത് നിയമം വേണമെങ്കിലും വെച്ചോളൂ. ഞാൻ അതിൽ വിജയിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാനും മറ്റുള്ള ക്ലാനുകൾ ഇവിടെ വരികയാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും എനിക്ക് അനുവാദം തരണം. ഞാൻ താങ് ക്ലാൻ സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ മാർഷൽ സോൾഹാളിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് കേട്ട് നിയോഗാവോ ദേഷ്യത്തോടെ പറയുകയാണ്, താങ് ക്ലാനോ? ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ശേഷം അവിടുന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് അയാളുടെ ഓറ അവരുടെ നേരെ പ്രയോഗിക്കുന്നു. എന്നാൽ അധികം ഒന്നും കഷ്ടപ്പെടാതെ ടാങ്സൻ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. അത് കണ്ട് നിയോഗാവോ ടാങ്സാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ എന്റെ ഓറയെ അതിജീവിച്ചിരിക്കുന്നു, അതും നിഷ്പ്രയാസം എന്ന് തന്നെ പറയാം. നിനക്ക് വയസ്സ് എത്രയാണ്? ടാങ്സൻ അപ്പോൾ 21 വയസ്സ് എന്ന് പറയുന്നു. നിയോഗാവോ പറയുകയാണ്, ശരി, ഞാൻ നിനക്ക് ഒരു അവസരം തരികയാണ്. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ നീ പറഞ്ഞതിനൊക്കെ ഞാൻ സമ്മതിക്കാം. ഞാനൊരു ചീഫാണ്, പറഞ്ഞാൽ വാക്ക് മാറ്റില്ല. അത് കേട്ട് ടാങ്സാന് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ കാണിക്കുന്നത് എലിഫന്റ് ആർമിയുടെ ട്രൈബാണ്. നമുക്കവരെ എളുപ്പത്തിന് ആനസഖ്യം എന്ന് വിളിക്കാം. ആനസഖ്യത്തിന്റെ നേതാവിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് ഹുലീനയും യാണും ഒക്കെ വന്നിട്ടുണ്ട്. ആനസഖ്യത്തിലെ ഗാർഡ്സ് ഇതേ സമയം മറ്റേതോ ക്ലാനിലുള്ള വ്യക്തിയെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നു. അയാളെ കൊണ്ട് നിർബന്ധപൂർവ്വം മാർഷൽ സോൾഹാളിനെ ഫോളോ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഹുലീനയോട് എന്ന പോലെ പറയുകയാണ്, ഇവിടെയുള്ള എല്ലാവരും മാർഷൽ സോൾഹാളിനെ സേവിക്കാൻ തിടുക്കം കൂട്ടുകയാണ്. എല്ലാവരും ഞങ്ങളുടെ കീഴിൽ ഞങ്ങളെ അനുസരിക്കുന്നു. ഹുലീന പറയുകയാണ്, പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്. ട്രൈബ് ഓഫ് ഡിഫൻസ് മാത്രം അത് അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ കേട്ടത്. അത് കേട്ട് ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, അവർക്ക് മാത്രമാണ് ബോധമില്ലാത്തത്. എങ്കിലും നിങ്ങൾ ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക് വൈകാതെ തന്നെ അവരും മാർഷൽ സോൾഹാളിനെ ഫോളോ ചെയ്യും. ഹുലീനയ്ക്ക് അയാളുടെ വക്രബുദ്ധി മനസ്സിലാകുന്നുണ്ട്. മാർഷൽ സോൾഹാളിനെ കൊണ്ട് കാര്യം സാധിക്കാനാണ് അയാളുടെ ഉദ്ദേശം. അയാളുടെ വക്രബുദ്ധി മനസ്സിലാക്കി അവരുടെ ഹൃദയം കീഴടക്കുന്ന ഒരു തീരുമാനമാണ് ഹുലീന പറയുന്നത്. മാർഷൽ സോൾഹാള് പുതിയ 7 ക്ലാനുകളെ തെരഞ്ഞെടുക്കാൻ പോവുകയാണല്ലോ. അവരുടെ എല്ലാവരുടെയും ഹെഡായിട്ട് മാർഷൽ സോൾഹാള് പ്ലാൻ ചെയ്യുന്നത് ആനസഖ്യത്തെയാണ്. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ആ സ്ഥാനം. അതായത് ട്രൈബ് ഓഫ് ഡിഫൻസിനെ കീഴടക്കുന്ന കാര്യത്തിൽ അവരെയും ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മാർഷൽ സോൾഹാളും ചെറിയ സപ്പോർട്ടൊക്കെ കൊടുക്കുമായിരിക്കും. ആ വാഗ്ദാനം കേട്ട് കഴിയുമ്പോൾ ആനസഖ്യത്തിന്റെ തലവനും വീണു പോകുന്നുണ്ട്. അയാൾ അയാളുടെ കഴിവിന്റെ പരമാവധി അതിനു വേണ്ടി ശ്രമിക്കാമെന്ന് പറയുന്നു. അപ്പോഴേക്കും ബൂലിയും മറ്റുള്ളവരും അവിടെ എത്തി പറയുകയാണ്, ട്രൈബ് ഓഫ് ഡിഫൻസിന് ഒരു നല്ല സഖ്യത്തെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അവരിൽ ഒരാൾ ഹോത്തിയാൻ സെക്റ്റിൽ പെട്ടതാണ്. അത് കേട്ട് ആനസഖ്യത്തിന്റെ തലവൻ പോലും അതിശയിക്കുന്നുണ്ട്. ഹോത്തിയാൻ സെക്ട് ഏകാന്തതയിലായിരുന്നല്ലോ. ഹുലീനയും യാണും ഉടനെ തന്നെ സംശയിക്കുന്നത് അത് ടാങ്സൻ ആയിരിക്കുമോ എന്നാണ്. കാരണം ഞങ്ങൾ കണ്ട വ്യക്തി ഹോത്തിയാൻ ഹാമർ ഉപയോഗിച്ചിരുന്നു എന്ന് ബൂലിയും മറ്റുള്ളവരും പറഞ്ഞിരുന്നു. ടാങ്സാനെ നോക്കുകയാണെങ്കിൽ നിയോഗാവോവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ടാങ്സാൻ നിയോഗാവോയോട് പറയുന്നുണ്ട്, എന്ത് നിയമം വേണമെങ്കിലും വെച്ചോളൂ എന്ന്. എന്നാൽ നിയോഗാവോ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ചെറുപ്പമായതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ ക്രൂരമായിട്ട് പെരുമാറുന്നില്ല. ശേഷം അവിടെ അയാളുടെ സോൾ പവർ കൊണ്ട് ഒരു വലിയ സർക്കിൾ ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ആരാണോ ഇതിന് പുറത്തു പോകുന്നത് അയാൾ പരാജയപ്പെടും. അത് അംഗീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഫൈറ്റ് ആരംഭിക്കുന്നു. നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ആദ്യം നിയോഗാവോ ടാങ്സാനെതിരെ അയാളുടെ ഫുൾ ശക്തിയും പ്രയോഗിച്ചില്ല. അതിന്റെ ഫലമായിട്ട് ടാങ്സാനിൽ നിന്ന് അയാൾക്ക് ചെറിയ അറ്റാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. ടാങ്സാന്റെ കൂട്ടുകാരാകട്ടെ ഇതേ സമയം കൂളായിട്ട് മറ്റൊരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ടൈറ്റിന്റെ മകൻ പറയുകയാണ്, നിങ്ങൾ മത്സരം കാണുന്നില്ലേ? മുബായും മാഹോങ്ജുണും ഒക്കെ പറയുകയാണ്, എന്തിനാണ് അത് കാണുന്നത്? ടാങ്സാൻ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അത് കേട്ട് ടൈറ്റിന്റെ മകൻ പറയുകയാണ്, ശരിയാണ്, ടാങ്സാൻ എക്സ്ട്രാ ഓർഡിനറി തന്നെയാണ്. പക്ഷേ നിയോഗാവോ ഗ്രേറ്റ് സോൾ മാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ടാങ്സാൻ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്? റോങ് പറയുകയാണ്, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ടാങ്സാൻ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധനാണ്. ശേഷം ടൈറ്റിന്റെ മകനുമായിട്ട് അവർ ബെറ്റ് വെക്കാൻ പോലും തയ്യാറാകുന്നു. ടൈറ്റിന്റെ മകനാകട്ടെ ആ ബെറ്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവിടെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ ടാങ്സാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ നിയോഗാവോ അയാളുടെ ഫുൾ ശക്തിയും പ്രയോഗിക്കുന്നു. എങ്കിൽ പോലും കുറച്ചു നേരം നീണ്ടു നിന്ന ഫൈറ്റിൽ ടാങ്സാൻ വിജയിക്കുന്നു. ടാങ്സാൻ അവന്റെ സോൾ ബോൺ കൂടി പുറത്തെടുത്ത് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് നിയോഗാവോ റിങ്ങിന് പുറത്തേക്ക് പോകുന്നത്. എങ്കിലും വിജയിച്ചു കഴിയുമ്പോൾ വിനയത്തോടെ ടാങ്സാൻ നിയോഗാവോയോട് പറയുകയാണ്, എന്നെ വിജയിക്കാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. എന്നാൽ നിയോഗാവോ ഒന്നും മറച്ചു വെക്കുന്നില്ല. അയാൾ പറയുകയാണ്, നീ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. ഞാൻ എന്റെ അറ്റാക്കുകൾ ഹോൾഡ് ചെയ്യാതെയാണ് നിന്റെ നേരെ ആക്രമണം നടത്തിയത്. എന്നിട്ട് പോലും നിനക്കതിൽ വിജയിക്കാൻ സാധിച്ചു.
നീ മികച്ചൊരു പോരാളി തന്നെയാണ്. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. നിനക്ക് ഇവിടെ തന്നെ തുടരാം. മറ്റുള്ള ട്രൈബുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ക്ലാനുകളിലേക്ക് കൊണ്ടുവരാം. എങ്കിലും നിയോഗാവോ ഇപ്പോഴും ടാങ് ക്ലാനിലേക്ക് ചേരാമെന്ന് പറഞ്ഞിട്ടില്ല. ടാങ്സാന്റെ ഫ്രണ്ട്സ് ആകട്ടെ പുറത്തേക്ക് വന്ന് ടാങ്സാനെ അഭിനന്ദിക്കുന്നു. അതിനുശേഷം ടൈറ്റിന്റെ മകനാകട്ടെ ബെറ്റ് വെച്ചതിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും പണവും കൊടുക്കുന്നു. ടൈറ്റൻ അതിനുശേഷം നിയോഗാവോയോട് ചോദിക്കുന്നുണ്ട്, യങ് മാസ്റ്റർ സ്ട്രോങ് അല്ലേ എന്ന്. നിയോഗാവോ പറയുകയാണ്, പക്ഷേ മാർഷൽ സോൾ ഹാളിനോട് പോരാടണമെങ്കിൽ ഇതൊന്നും പോരാ. ടാങ്സൺ പറയുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞത്. എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാനാകില്ല. എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആകുലപ്പെടുന്നതെന്ന്. പക്ഷേ ഒരിക്കലും ഹോത്തിയാൻ ശക്തി ചെയ്തതുപോലെ താങ് ക്ലാൻ നിങ്ങളെ ഒറ്റക്കാക്കില്ല. നിയോഗാവോ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കേണ്ടതെന്ന്. ടാങ്സാൻ അപ്പോൾ ഓർക്കുന്നത് ടാങ്സാന്റെ ആന്റിയുടെ വാക്കുകളായിരുന്നു. ടാങ്സാന്റെ ആന്റി പറഞ്ഞിരുന്നു, നിയോഗാവോയ്ക്ക് വീക്ക്നെസ്സുകൾ ഒന്നുമില്ല, എങ്കിലും മാർഷൽ സോൾ ഹാളിനോട് കടുത്ത ദേഷ്യമാണ്. മാർഷൽ സോൾ ഹാളിനെതിരെ പ്രവർത്തിക്കാൻ ശക്തരായിട്ടുള്ള പോരാളികളെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ നിയോഗാവോ നിങ്ങളുടെ കൂടെ ചേരുമായിരിക്കും. പക്ഷേ അതും അയാളെ മനസ്സിലാക്കിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ടാങ്സാൻ ആകട്ടെ അതെല്ലാം ഓർത്തിട്ട് തുടർന്ന് പറയുകയാണ്, ഞാൻ ചെറുപ്പമാണ്, പക്ഷേ തീർച്ചയായും താങ് ക്ലാനെ ഞാൻ നല്ലവണ്ണം ലീഡ് ചെയ്യും. പക്ഷേ എന്നിട്ടും നിയോഗാവോയുടെ മനസ്സ് മാറ്റാനായില്ല. നിയോഗാവോ പറയുകയാണ്, അവസാനം ഞങ്ങളായിരിക്കും അതിന്റെ പേരിൽ ബലിയാടാവുന്നത്. നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ടൈറ്റനും നിയോഗാവോയുടെ അടുത്ത് വന്ന് താങ് ക്ലാനിൽ ചേരുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടാങ്സാൻ ആകട്ടെ മറ്റൊരു കാര്യമാണ് പറയുന്നത്, ശരിയാണ്, ഇതൊരു പുതിയ ക്ലാനാണ്. മാർഷൽ സോൾ ഹാളിനെതിരെ പോരാടാൻ ഇതൊന്നും പോരാ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കാണ് മാർഷൽ സോൾ ഹാളിനെതിരെ പോരാടുന്നതെങ്കിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും മാർഷൽ സോൾ ഹാൾ നിങ്ങൾക്കെതിരെ തിരിയാം. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ഹുലീനയും ആനസഖ്യവും അവിടെ എത്തിയിരുന്നു. നിയോഗാവോ ആകട്ടെ ഉടനെ തന്നെ അവരെ ആക്രമിക്കാൻ വേണ്ടി ആളുകളെ റെഡിയാക്കുന്നു. എന്നാൽ ടാങ്സാൻ പറയുകയാണ്, അവരെ ഞങ്ങൾ നേരിട്ടോളാം. ശേഷം ടാങ്സാനും ഫ്രണ്ട്സും അവരെ നേരിടാൻ റെഡിയാകുന്നു. പുറത്താകട്ടെ അവര് വാതിൽ തുറക്കാത്തത് കൊണ്ട് തന്നെ ആനസഖ്യത്തിന്റെ തലവൻ ഹുലീനയോടും മറ്റുള്ളവരോടും പറയുകയാണ്, ഇത് ഉള്ളിൽ നിന്ന് തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് തകർക്കുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. യാണപ്പോൾ അങ്ങനെയെങ്കിൽ താൻ അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്തോ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറക്കുകയാണ്. അകത്തെത്തി കഴിയുമ്പോൾ തന്നെ ടാങ്സാൻ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയെന്ന് ഹുലീനയോട് പറയുന്നു. യാണിനാകട്ടെ അതൊന്നും കേട്ടിട്ട് ഇഷ്ടമാകുന്നില്ല. അവൻ പറയുകയാണ്, നിന്റെ ഹെക്ടോമിലേനിയം സോൾ റിംഗ് നിന്നെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ നിന്റെ പരാജയമാണ്. മുബായിക്ക് അത് കേട്ട് ദേഷ്യമാകുന്നുണ്ട്. വൂവിനെ കൊന്ന അവനോട് പ്രതികാരദാഹവുമായിട്ടാണ് മുബായി സംസാരിക്കുന്നത്. ഹുലീനയാകട്ടെ യാണിനോട് ഒന്ന് അടങ്ങാൻ പറയുന്നു. അതിനുശേഷം ആനസഖ്യത്തിന്റെ തലവനോട് പറയുകയാണ്, അവർ നമുക്ക് വാതിലെ തുറന്നു തന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് മര്യാദയോടെ തന്നെ നമുക്ക് സംസാരിച്ചേക്കാം. അത് കേട്ട് അഭിനയിച്ച് ഒരുപാട് വിനയത്തോടു കൂടിയാണ് ആനസഖ്യത്തിന്റെ തലവൻ പിന്നീട് അങ്ങോട്ട് സംസാരിക്കുന്നത്. അയാൾ പറയുകയാണ്, പുതിയ 7 ക്ലാനുകളെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിന്റെ തലപ്പത്തിരിക്കാൻ പോകുന്നത് ആനസഖ്യമാണ്. നിങ്ങൾ ഞങ്ങളോട് ലയിച്ചു ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഈ യങ് ലേഡിയോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. ഹുലീനെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. എന്നാൽ അതൊന്നും കേട്ടിട്ടും നിയോഗാവോ വീഴുന്നുണ്ടായിരുന്നില്ല. അയാൾ പറയുകയാണ്, ആര് തന്നെ വന്നാലും ഞങ്ങൾ മാർഷൽ സോൾ ഹാളുമായിട്ട് ലയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ ലോകത്തിലെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല. ഹുലീനയ്ക്ക് അവരുടെ അത്തരത്തിലുള്ള റെസ്പോൺസ് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹുലീന മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുന്നില്ലെങ്കിൽ നിങ്ങൾ മാർഷൽ സോൾ ഹാളിന്റെ ശത്രുക്കളായി തീരും. ടാങ്സാൻ അപ്പോൾ പറയുകയാണ്, മാർഷൽ സോൾ ഹാൾ അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ലോകം മുഴുവനെയും മാർഷൽ സോൾ ഹാളിന്റെ ശത്രുക്കളാക്കി തീർക്കുന്നത്. അത് കേട്ട് ആനസഖ്യത്തിന്റെ തലവൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഹോത്തിയാൻ സെക്റ്റിൽ നിന്നുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഹോത്തിയാൻ സെക്റ്റിലെ ഏതെങ്കിലും എൽഡേഴ്സ് ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഈ കിളുന്ത് പയ്യനായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഓസ്കാർ അപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഇവനെ അങ്ങനെ പുച്ഛിച്ച് തള്ളണ്ട, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ലേഡിയെ പോലും തോൽപ്പിച്ചവനാണ്. ഹുലീനയ്ക്ക് അത് കേട്ട് ദേഷ്യമാകുന്നു. ദേഷ്യത്തോടെ ഓസ്കാറിന്റെ നേരെ ഒരു അറ്റാക്ക് വിടുന്നു. എന്നാൽ ടാങ്സാൻ അത് തടഞ്ഞ് അവളുടെ നേരെ തന്നെ വിടുന്നു. അതിനുശേഷം ടാങ്സാൻ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, മാർഷൽ സോൾ ഹാളുമായിട്ട് ഇവർക്ക് ലയിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇവർക്ക് മാർഷൽ സോൾ ഹാളിന്റെ പപ്പറ്റ് ആകാൻ താല്പര്യമില്ല. ഇവരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. നമുക്ക് തമ്മിൽ ഫൈറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇവരെ ശല്യം ചെയ്യരുത്. എങ്കിൽ ശരി, അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഹുലീനയും ടാങ്സാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. ഫൈറ്റിനിടയ്ക്ക് ടാങ്സാൻ ആധിപത്യം പുലർത്തുന്ന സമയത്ത് കൊടുത്ത വാക്ക് പാലിക്കാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ട്. ഹുലീനയാകട്ടെ അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് ഒക്കെ തകർത്തിട്ട് പറയുകയാണ്, നിന്നോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. രണ്ടാമതൊരു തോൽവി എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. ശേഷം ഫൈറ്റിനിടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നെതർ വേൾഡ് സിറ്റിയിൽ വെച്ച് എന്നെ വഞ്ചിച്ചതെന്ന്. ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട്, അന്നേ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അവിടുന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ശേഷം പുറത്തു കടന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മാർഷൽ സോൾ ഹാൾ അവരുടെ ദുഷ്ടതകൾ തുടരുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ശത്രുക്കളായിരിക്കുമെന്ന്. ഹുലീന അപ്പോൾ പറയുകയാണ്, അതിന്റെ ഒന്നും അർത്ഥം എനിക്ക് അന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ശേഷം ഫൈറ്റിന്റെ ഒരിടയ്ക്ക് വെച്ച് ടാങ്സാൻ മനഃപൂർവ്വം അറ്റാക്ക്
അറ്റാക്ക് ഏറ്റുവാങ്ങുന്നു. ഹുലീനയ്ക്ക് ഇപ്പോഴും അവനോട് അല്പം ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നീ അതിൽ നിന്ന് മാറാതിരുന്നത് എന്ന് ചോദിക്കുന്നു. എല്ലാവരും അത് കണ്ടൊന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള പരിക്കൊന്നും അവന് പറ്റിയിട്ടില്ല. ശേഷം അതിന് ഉത്തരം പറയാതെ മറ്റൊരു മൂവിലൂടെ പെട്ടെന്ന് തന്നെ ഹുലീനയുടെ കഴുത്തിൽ കത്തിവെച്ച് അവളെ പരാജയപ്പെടുത്തുന്നു. ഹുലീനയാകട്ടെ തോൽവി സമ്മതിച്ച് ഇനി ഈ ട്രൈബിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറയുന്നു. ടാങ്സാൻ പറയുകയാണ്, പക്ഷേ എന്റെ കടം ഇതുവരെയും തീർന്നിട്ടില്ല. വൂവിനെ കൊന്നത് നീയാണ്. ഹുലീന അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മാർഷൽ സോൾ ഹാള് വളരെ പവർഫുൾ ആണ്. നിനക്ക് മാർഷൽ സോൾ ഹാളിന് ഒന്നും തന്നെ ചെയ്യാനാകില്ല. ടാങ്സാൻ പറയുകയാണ്, എല്ലാവർക്കും നീതി നേടിക്കൊടുക്കാനാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ പവർഫുൾ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഹുലീന പറയുകയാണ്, നീ വിചാരിച്ചാൽ ഈ ലോകത്ത് ഒന്നും തന്നെ മാറ്റാനാകില്ല. ശേഷം ഇനി മുതൽ നമ്മൾ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹുലീനയും മറ്റുള്ളവരും അവിടുന്ന് പോകുന്നു. ആകുലതയോടെ ടാങ്സാന്റെ ഫ്രണ്ട്സ് ടാങ്സാന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അതിനുശേഷം നിയോഗാവോ ടാങ്സാനെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. ശേഷം അവന്റെ മുറിവുകൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. ടാങ്സാൻ പറയുകയാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ സഹായത്തോടെ അത് പെട്ടെന്ന് ഉണങ്ങും. ടൈറ്റൻ അപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ആന സഖ്യവും മാർഷൽ സോൾ ഹാളിന്റെ കൂടെ ചേർന്നു. ഇനി എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് മാർഷൽ സോൾ ഹാള് ഉണ്ടാക്കാൻ പോകുന്നത്? സാധാരണക്കാർക്ക് പോലും സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് മുബായിയും പറയുന്നത്. ടാങ്സാൻ അപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, താങ് ക്ലാനിൽ ചേരുന്നതിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. നിയോഗാവോയുടെ അടുത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ടാങ്സാൻ പറയുന്നതിലെല്ലാം കാര്യമുണ്ട് എന്ന് നിയോഗാവോയ്ക്ക് അറിയാം. പക്ഷേ എന്നിട്ടും താങ് ക്ലാനിൽ ചേരാൻ അയാൾ തയ്യാറാകുന്നില്ല. ടാങ്സാൻ അപ്പോൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും എന്റെ വാക്കുകൾ മാറ്റില്ല. ഹോത്തിയാൻ സെക്റ്റും നിങ്ങളുടെ ട്രൈബും തമ്മിലുള്ള പ്രശ്നം മൂലമല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ശത്രുക്കൾ ഒന്നായതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് പോരാടിയത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി അവസാനം നിയോഗാവോ അതിന് തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷനാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും ഹോത്തിയാൻ സെക്റ്റുമായിട്ട് ഒരു ബന്ധവും പാടില്ല. ടാങ്സാൻ ആകട്ടെ അത് സമ്മതിക്കുകയും വാക്കു കൊടുക്കുകയും ചെയ്യുന്നു. ഒരിക്കലും താങ് ക്ലാൻ ഹോത്തിയാൻ സെക്റ്റുമായിട്ട് ലയിക്കില്ല. അങ്ങനെ ട്രൈബ് ഓഫ് ഡിഫൻസും താങ് ക്ലാനിൽ ചേരാൻ തയ്യാറാകുന്നു. പിന്നെ മുയലിന്റെ രൂപത്തിലുള്ള വൂവിന് വേണ്ടി റോങ് പ്രത്യേകം തയ്യാറാക്കിയ തലയിണയിൽ ടാങ്സാൻ വൂവിനെ കിടത്തുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് വൂ ടാങ്സാന്റെ അടുത്തേക്ക് വരുന്നത് പോലെ ടാങ്സാന് തോന്നുന്നു. വൂ ചോദിക്കുകയാണ്, ഇന്ന് ഹുലീന അവളുടെ ഫുൾ പവറുകളും പുറത്തെടുത്തല്ല നിന്നെ അറ്റാക്ക് ചെയ്തത്. അവളുടെ കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. പ്രത്യേക വികാരമുണ്ടായിരുന്നു. അത് മാത്രമല്ല അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു നെതർ വേൾഡ് സിറ്റിയിൽ വെച്ച് എന്തിനാണ് അവളെ വിശ്വസിപ്പിച്ചതെന്നൊക്കെ. സത്യം പറയൂ, നെതർ വേൾഡ് സിറ്റിയിൽ വെച്ച് എന്താണ് നടന്നത്? ടാങ്സാൻ അപ്പോൾ പറയുന്നുണ്ട്, നെതർ വേൾഡ് സിറ്റിയിൽ വെച്ച് ഒന്നും തന്നെ നടന്നിട്ടില്ല. നീ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് ഹുലീനയുടെ ഇന്നത്തെ പ്രവൃത്തികളിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവളോട് ഒരു വികാരവും ഇല്ല. ദയവ് ചെയ്ത് എന്നെ നീ ഒന്ന് വിശ്വസിക്കൂ. വോ അപ്പോൾ പറയുകയാണ്, ശരി ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ നിന്നോട് ദേഷ്യത്തിലാണ്. ഞാൻ നിന്നോട് പറഞ്ഞതാണ് അവളിൽ നിന്ന് ഡിസ്റ്റൻസ് പാലിക്കണമെന്ന്. എന്നിട്ടും അവൾക്ക് നിന്നോട് കൂടുതൽ ഫീലിങ്സ് ഉണ്ടാകുന്ന തരത്തിൽ കുത്തു കിട്ടാവുന്ന വിധത്തിൽ നീ അവൾക്ക് നിന്നു കൊടുത്തതല്ലേ? ഉടനെ തന്നെ വൂവിന്റെ മുന്നോട്ട് വന്നിട്ട് ടാങ്സാൻ പറയുകയാണ്, ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നില്ല അത് ചെയ്തത്. അതെല്ലാം കേട്ട് അവസാനം വൂ പറയുകയാണ്, ശരി പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത ആശയങ്ങളുമായിട്ട് പോകുന്നവരാണ്. നിങ്ങൾ ശത്രുക്കളാകാൻ വിധിക്കപ്പെട്ടവരാണ്. അവൾക്ക് നിന്നോടുള്ള സ്നേഹം എപ്പോൾ വേണമെങ്കിലും വെറുപ്പായിട്ട് മാറാം. അവൾ പോയപ്പോ പറഞ്ഞ കാര്യങ്ങളും ഓർക്കുന്നില്ലേ? അതിനുശേഷം ഹുലീന കുത്തിയ ഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് വൂ ചോദിക്കുകയാണ്, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഉടനെ തന്നെ ടാങ്സാൻ പറയുകയാണ്, എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വൂ അപ്പോൾ പറയുകയാണ്, ഞാൻ തിരികെ വന്നു. എന്നാൽ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴേക്കും വൂ അപ്രത്യക്ഷമാവുകയാണ്. അത് ടാങ്സാന്റെ സ്വപ്നമായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആനസഖ്യത്തിന്റെ തലവനെയും ഹുലീനയും ഒക്കെയാണ്. ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, ടാങ്സാന് നിങ്ങൾ കൊടുത്ത വാക്കുമൂലം ഇനി ട്രൈബ് ഓഫ് ഡിഫൻസിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഹുലീന പറയുകയാണ്, അത് ഞാൻ കൊടുത്ത വാക്കല്ലേ. നിങ്ങൾക്ക് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എത്രമാത്രം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുവോ അത്രമാത്രം 7 ക്ലാനുകളുടെയും ഹെഡ് ആകാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകും. അപ്പോ ആനസഖ്യത്തിന്റെ തലവൻ പറയുകയാണ്, ഹോത്തിയാൻ സെക്റ്റ് പുറത്തു വന്നു എന്ന കാര്യം ബിബി ഡോഗിനോട് പറയണോ? ഹുലീന അപ്പോൾ പറയുകയാണ്, അത് നിന്റെ കാര്യമല്ല. നീ നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി. അയാൾ അതെല്ലാം തന്നെ അംഗീകരിക്കുന്നു. അതിനുശേഷം പോകുന്ന സമയത്ത് യാൻ ഹുലീനയോട് പറയുകയാണ്, ടാങ്സാൻ നിന്നെ അവഹേളിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ക്രൂരമായിട്ട് നുറുക്കിയായിരിക്കും ഞാൻ അവനെ കൊല്ലാൻ പോകുന്നത്. എന്നിട്ടും ഹുലീന പറയുന്നുണ്ട്, നീ ടാങ്സാന് മാച്ച് അല്ല എന്ന്. പിന്നെ കാണിക്കുന്നത് ടാങ്സാൻ അവന്റെ മാർഷൽ സോള് നിയോഗാവോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഹാമർ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് സോൾഡറിംഗ് ഒന്നും ഇല്ലാത്തതായിട്ട് കാണുമ്പോൾ അതിനെപ്പറ്റി നിയോഗാവോ ചോദിക്കുന്നു. ടൈറ്റൻ അപ്പോൾ പറയുകയാണ്, തിടുക്കം കൂട്ടല്ലേ. ടാങ്സാൻ അതിനുശേഷം അവന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് മാർഷൽ സോള് കാണിക്കുന്നു. അപ്പോഴാണ് എല്ലാ സോൾഡറിങ്ങുകളും കണ്ടത്. അത് കണ്ട് അയാൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഹെക്ടോമില്ലേനിയം സോൾഡറിങ്ങോ? വെറുതെ അല്ല നിന്റെ ഡിഫൻസ് ഇത്രമാത്രം സ്ട്രോങ് ആയത്. നിന്റെ ലെവൽ എത്രയാണ്? ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഈ സോൾഡറിങ് നീ ആർജിച്ചത് എങ്ങനെയാണ്? അത് ഒരു വലിയ കഥയാണ് എന്ന് ടാങ്സാൻ പറയുന്നു. നിയോഗാവോ
പറയുകയാണ് തീർച്ചയായും ഇവന്റെ ഫാദറിനേക്കാളും ഒരുപാട് കഴിവുള്ളവനാണ്. അവന് ട്വിൻ മാർഷൽ സോൾ ആണ് എന്ന് നേരത്തെ ഹുലീനയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നിയോഗാവോ മനസ്സിലാക്കിയത്. അപ്പോൾ അയാൾ ശരിക്കും ഞെട്ടിയിരുന്നു. ടാങ്സൻ അതിനുശേഷം നിയോഗാവോയോട് പറയുകയാണ് ഈ കൊട്ടാരമായിരിക്കും താങ്ക്ലാന്റെ ബേസ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. കാരണം അവിടുത്തെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണല്ലോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക്ലാനിലേക്ക് ഇനിയും ഒരുപാട് അംഗങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അത് വലുതാക്കി നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിയോഗാവോയെ ഏൽപ്പിക്കുന്നു. സന്തോഷത്തോടെ നിയോഗാവോ അത് ഏറ്റെടുക്കുന്നു. അതിനുശേഷം ടാങ്സാൻ ചോദിക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ആനസഖ്യത്തിലുള്ളവർ കുറെ ആളുകളെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നു. അവർ ആനസഖ്യത്തിലുള്ളവരോട് ആവശ്യപ്പെട്ടത് അവരുടെ ചീഫിനെയാണ്. സത്യത്തിൽ അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? നിയോഗാവോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാർഷൽ സോൾ ഹാള് പ്രധാനപ്പെട്ട പുതിയ 7 ക്ലാനുകളെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ് എന്ന് ഉത്തരവിട്ടതിന് ശേഷം ഇതേപോലത്തെ ഒരുപാട് ക്ലാനുകൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്ലാൻ ലീഡേഴ്സ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. മിസ്സിംഗ് ആവുന്ന സോൾ മാസ്റ്റേഴ്സുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അത് മാത്രമല്ല മിസ്സിംഗ് ആയി പോയവരിൽ ചിലർ തിരിച്ചു വന്നു. അവരാകട്ടെ മാർഷൽ സോൾ ഹാളിനോട് വിധേയത്വം പുലർത്തി. മുബായും ഷൂക്കിങ്ങും ഒക്കെ പറയുകയാണ് നിർബന്ധപൂർവ്വം ടോർച്ചർ ചെയ്ത് അവരെ കൊണ്ട് അത് സമ്മതിപ്പിച്ചതായിരിക്കണം. മാർഷൽ സോൾ ഹാള് പുതിയതായിട്ട് രൂപീകരിച്ച 7 ക്ലാനുകളുടെ ഹെഡ് ആക്കാമെന്ന് ആനസഖ്യത്തിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോങ്ഷിങ് സിറ്റിയിൽ അവർ ഇത്രയൊക്കെ ദുഷ്ടതകൾ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ മാർഷൽ സോൾ ഹാളിന്റെ ദുഷ്ടത പ്രവർത്തിക്കാനുള്ള മൂർച്ചയുള്ള ആയുധമായിട്ട് തീരും. ടാങ്സൻ അപ്പോൾ ആനസഖ്യത്തെ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുന്നു. അവരെ നിരീക്ഷിക്കാനും തടയാനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ വേണമായിരുന്നു. അതിന് മാഹോങ്ജുൻ ആണ് മുന്നോട്ട് വന്നത്. എന്നാൽ മുബായും ഷൂക്കിങ്ങും ഞങ്ങളായിരിക്കും ഇതിന് ബെറ്റർ എന്ന് പറയുന്നു. കാരണം അവർ ഷിങ്ലുവോ സാമ്രാജ്യത്തിൽ നിന്നുള്ളതാണല്ലോ. ടാങ്സാനും അത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നു. മാഹോങ്ജുൻ അത് കേട്ട് അല്പം നിരാശയിലാകുന്നുണ്ട്. എന്നാൽ ഓസ്കാർ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് നീ നിരാശപ്പെടേണ്ട, ഞങ്ങൾ നിനക്ക് മറ്റൊരു പണി തരാം. നിനക്ക് ഈ സിറ്റി നല്ലവണ്ണം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തിരികെ പോകുന്ന സമയത്ത് റോങ്ഡോങ്ങിന്റെ ഫാദറിന് കുറച്ച് സമ്മാനങ്ങൾ മേടിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ നീയും ഞങ്ങളുടെ കൂടെ വരുന്നത് നല്ലതായിരിക്കും. ഫുഡിനുള്ള കാശ് അവരെടുക്കാം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ മാഹോങ്ജുൻ അവരുടെ കൂടെ പോകുന്നു. എന്നാൽ അവർ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും മാഹോങ്ജുണിനെ കൊണ്ടായിരുന്നു അവർ എടുപ്പിച്ചിരുന്നത്. അത് കണ്ട് മാഹോങ്ജുൻ പറയുകയാണ് എന്നെ ഒരു സെർവന്റ് ആയിട്ടാണോ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? ഓസ്കാർ പറയുകയാണ് നിനക്ക് വേണ്ട ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചു തരുന്നതല്ലേ. അത് മാത്രമല്ല ഇത് ചെയ്യുന്നത് വഴി നിനക്കൊരു എക്സസൈസും ആകും. മാഹോങ്ജുണിന് അതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അതിനുശേഷം റോങ്ങിനെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ് നീയാണ് ഈ ഓസ്കാറിനെ ചീത്തയാക്കുന്നത്. അവനല്ലേ ഇതിന്റെ കാശൊക്കെ കൊടുക്കേണ്ടത്. അത് മാത്രമല്ല കുറെ സാധനങ്ങൾ നീ അവനും വാങ്ങിച്ചും കൊടുക്കുന്നുണ്ട്. ഓസ്കാർ അത് കേട്ട് പറയുകയാണ് നീ ചെറുപ്പമായതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊന്നും മനസ്സിലാക്കാത്തത്. ശേഷം റോങ്ങിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ റോങ്ങിന് സ്വന്തമായതാണ്. എനിക്കുള്ളതെല്ലാം തന്നെ റോങ്ങിന് സ്വന്തമാണ്. ശേഷം അവർ വാങ്ങിയ സാധനം പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നു. മാഹോങ്ജുൻ ചോദിക്കുമ്പോഴാകട്ടെ അവന് കൊടുക്കുന്നുമില്ല. അപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ അവർക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിട്ട് ദേഷ്യത്തോടെ മാഹോങ്ജുൻ അവിടുന്ന് പോകുന്ന സമയത്താകട്ടെ മാഹോങ്ജുൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു എന്ന്. എന്നാൽ അതിനുശേഷം അവൻ ആലോചിക്കുന്നുണ്ട് ഞാൻ അന്ന് കണ്ടവളെ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നെങ്കിൽ. അവൻ അത് പറഞ്ഞ് നാവ് അകത്തേക്ക് ഇട്ടില്ല. അപ്പോഴേക്കും അവിടെ ബായ്ചെങ്ങിനെ കാണുന്നു. ഇപ്രാവശ്യം ബായ്ചെങ് മുഖമൊന്നും മൂടിയിട്ടില്ല. അന്ന് അല്പം മാത്രമേ അവളുടെ മുഖം കണ്ടിരുന്നുള്ളൂ എങ്കിലും അത് ബായ്ചെങ് ആണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുകയും ചെയ്യുന്നു. ബായ്ചെങ്ങിനെ നോക്കുകയാണെങ്കിൽ ഒരു പൂവാലൻ അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ബായ്ചെങ്ങിനെ അയാൾ വീഴ്ത്താൻ നോക്കുന്നു. എന്നാൽ ബായ്ചെങ് അതിലൊന്നും വീഴുന്നില്ല എന്ന് മാത്രമല്ല അയാളെ ആട്ടി ഓടിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ അത്രയൊക്കെ നാണക്കേട് നേരിടേണ്ടി വന്നിട്ടും അയാൾ ബായ്ചെങ്ങിനെ വിട്ടുപോകാൻ തയ്യാറായില്ല. അവസാനം ബായ്ചെങ്ങിനെ പിടിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് മാഹോങ്ജുൻ അവിടെ എത്തി അത് തടഞ്ഞുകൊണ്ട് അവന് നല്ല ഇടി കൊടുക്കുന്നു. ബായ്ചെങ് അത് കണ്ട് സന്തോഷിച്ച് ചിരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം അതേപോലെ മാഹോങ്ജുൻ ആണ് അവളോട് സംസാരിക്കുന്നത്. അവന്റെ നോട്ടം കാണുമ്പോൾ തന്നെ ബായ്ചെങ്ങിനും കാര്യം മനസ്സിലാകുന്നുണ്ട്. ദേഷ്യത്തോടെ അവൾ ഇങ്ങനെ പറയുന്നു എല്ലാ ആണുങ്ങളും കണക്കാണ്. അത് മാത്രമല്ല അവന്റെ മുഖത്തൊരു അടിയും കൊടുക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.